എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷയാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. +2 ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കാൽക്കുലസ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോസ് ഏകദേശം 3 മണിക്കൂറോളം ഡ്യൂറേഷനുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് കാൽക്കുലസ് ആണ് ഒരു മെയിൻ സ്കോറിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ടൈമിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ നിന്നും കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. സോ അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. കൺസ്ട്രക്ട് എ 3/2 matrix whose elements are given by aij is equal to half into I minus 3j. ഓക്കെ, I minus 3j, half into I minus 3j എന്നാണ് പറയുന്നത്. നോക്കാം, നമുക്ക് എലമെന്റ്സിന് തന്നിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ആ ഒരു നൊട്ടേഷൻ എന്താണ്? aij is equal to ഹാഫ് ഇൻറ്റു I minus 3j എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ശരിയാണല്ലോ? ഇങ്ങനെയാണ് നമുക്ക് ജനറലി എലമെന്റ്സ് തന്നിട്ടുള്ളത്. നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ട മെട്രിക്സ് എന്താണ്? ഒരു 3/2 മെട്രിക്സ് ആണ്. 3/2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3 റോയും 2 കോളവും ഉള്ള മെട്രിക്സ്. ശരിയാണല്ലോ? അപ്പോൾ അതിന്റെ ജനറൽ ഫോം നമുക്കൊന്ന് എഴുതി നോക്കാം. a is equal to നമുക്ക് 3 റോയും വേണം, 2 കോളവും വേണം. ശരിയല്ലേ? 3/2 എന്ന രീതിയിൽ വരണം. അപ്പോൾ അതിന്റെ ജനറൽ ഫോം എന്തായിരിക്കും? 2 കോളമേ വരാൻ പാടുള്ളൂ. അപ്പോൾ a11 a12 a21 a22. ഇപ്പം 2 റോസ് ആയിട്ടുണ്ട്, a31 a32. ഓക്കെ ആണേ. സോ ഇപ്പം നിങ്ങൾ എന്നെ നോക്കിക്കേ, ഇവിടെ നമുക്ക് 3 റോസ് ഉണ്ട്. റോ 1 റോ 2 റോ 3. 2 കോളംസ് ഉണ്ട്, c1 c2. അപ്പോൾ 3 റോയും 2 കോളവും വരുന്ന രീതിയിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോം ഞാൻ ആദ്യം എന്ത് ചെയ്തു? എഴുതി വെച്ചു. ഇനി ഇതിനകത്തുള്ള ഓരോ എലമെന്റ്സിനെയും എനിക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായി. ഓക്കെ, അപ്പം അതിനുവേണ്ടിയാണ് ജനറലി ഉള്ളിൽ വരുന്ന ഒരു എലമെന്റ് എങ്ങനെയാണെന്ന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ വരുന്ന ഒരു എലമെന്റ് ജനറലി എങ്ങനെയാണ്? aij is equal to half into modulus of I minus 3j എന്നിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് I minus 3j എന്നാണ് ജനറലി ആ എലമെന്റ് വരുന്നത്. ശരിയാണല്ലോ? അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. a11 എടുക്കുമ്പോൾ എന്താണ് വരിക? ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് ഐക്ക് പകരം 1 കൊടുക്കുക, -3 ഇൻറ്റു ജെക്ക് പകരം 1 കൊടുക്കുക. സോ ഹാഫ് ഇൻറ്റു 1 minus 3. സോ ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് 1 minus 3 എന്ന് പറഞ്ഞാൽ -2. ഹാഫ് ഇൻറ്റു -2ൻ്റെ മോഡുലസ് 2 ആണ്. 2 ൻ്റെ 2 ക്യാൻസൽ ആയാൽ ആൻസർ എന്താണ്? 1 ആണ് ആൻസർ കിട്ടുക. ഓക്കെ ആണേ. അപ്പോൾ ഇതാണ് നമ്മുടെ a11. അടുത്തത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? a12 കണ്ടുപിടിക്കാം അല്ലേ? a12 is equal to എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ഹാഫ് ഇൻറ്റു I minus 3jയിലേക്ക് കൊടുത്താൽ മതി. ശരിയല്ലേ? ഹാഫ് ഇൻറ്റു ഐക്ക് പകരം 1 -3 ഇൻറ്റു ജെക്ക് പകരം 2 കൊടുക്കുക. സോ ഹാഫ് ഇൻറ്റു 1 minus 6. ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് -5. ആൻസർ എന്ത് കിട്ടും? -5ൻ്റെ മോഡുലസ് 5 ആണ്. സോ 5/2 ആണ് നമുക്ക് എന്ത് വരിക? ആൻസർ വരിക അല്ലേ? 5/2 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണെന്ന് പ്രതീക്ഷിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത എലമെന്റ് കണ്ടുപിടിക്കാം. അടുത്ത എലമെന്റ് എന്താണ്? a21 ആണ് നമുക്ക് അടുത്ത എലമെന്റ് ആയിട്ട് വരിക. a21 is equal to നോക്കണേ, ഹാഫ് ഇൻറ്റു എന്ത് വരും? മോഡുലസ് ഓഫ് I minus 3j ആണ്. അപ്പോൾ എന്താണ്? I എന്ന് പറഞ്ഞാൽ 2 -3 ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ 1. സോ ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് 2 minus 3. ഹാഫ് ഇൻറ്റു 2 minus 3യുടെ മോഡുലസ് -1. ഹാഫ് ഇൻറ്റു -1ൻ്റെ മോഡുലസ് 1. ഹാഫ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഹാഫ് തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ ആണേ. അപ്പോൾ നമുക്ക് എന്തായി? a21 ആയി. അടുത്ത എന്ത് വേണം? a22 കണ്ടുപിടിക്കണം. a22 is equal to ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് I minus 3j, അതായത് 2 -3 ഇൻറ്റു ജെക്ക് പകരം 2. സോ ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് 2 minus 6. സോ ഹാഫ് ഇൻറ്റു 2 minus 6 -4. സോ ഹാഫ് ഇൻറ്റു -4ൻ്റെ മോഡുലസ് 4. സോ 4/2 ആൻസർ എന്താണ് വരുന്നത്? 2 ആണ് ആൻസർ വരിക. ഓക്കെ, ഇനി നമുക്ക് ഒരേ ഒരു എലമെന്റും കൂടെ കണ്ടുപിടിക്കാനുള്ളൂ. ആരാണ്? a32 ആണ് കണ്ടുപിടിക്കേണ്ടത്. a32 is equal to ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് I minus 3j എന്ന് പറഞ്ഞാൽ 3 -3 ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ 2. സോ ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് 3 minus 6. ശരിയാണല്ലോ? സോ ഹാഫ് ഇൻറ്റു 3 minus 6ൻ്റെ മോഡുലസ്, ഇപ്പം 3 minus 6 എന്ന് പറഞ്ഞാൽ -3 ആണ്. സോ ഹാഫ് ഇൻറ്റു -3യുടെ മോഡുലസ് എന്താണ്? 3. അപ്പോൾ ആൻസർ എന്താണ് വരിക? 3/2 ആണ് ആൻസർ വരിക.
ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ എലമെൻസും കണ്ടുപിടിച്ചിട്ടുണ്ട്. A11 ആയി, A12 ആയി, A21 ആയി, A22 ആയി, A31 ആയി, A32 ആയി. അതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? A മെട്രിക്സ് എഴുതി വെക്കാം. A ഈസ് ഈക്വൽ ടു A11 ആൻസർ എന്താ വന്നേക്കുന്നത്? 1. A12 എന്ന് പറഞ്ഞാൽ 5/2, A21 എന്ന് പറഞ്ഞാൽ 1/2, A22 എന്ന് പറഞ്ഞാൽ എന്താണ്? 2. ഇനി A32 കണ്ടുപിടിച്ചിട്ടുണ്ട്. A31 കൂടെ കണ്ടുപിടിക്കാനുണ്ട് കേട്ടോ. A31 ഒരു എലമെന്റ് മിസ്സിംഗ് ആണ്. A32 നമ്മൾ 3/2 ആൻസർ വന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ A31 കൂടെ കണ്ടുപിടിക്കാം. A31 എന്താണ് വരിക? നോക്കിക്കോണേ. A31 ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് I മൈനസ് 3j. I എന്നുള്ളത് ഇവിടെ 3 മൈനസ് 3 ഇൻറ്റു j എന്നുള്ളത് 1. സോ ഹാഫ് ഇൻറ്റു 3 മൈനസ് 3 ഇൻറ്റു 1 3 ആണ്. 3 മൈനസ് 3 0 ആണ്. 0/2 ആൻസർ എന്താ വരുന്നത്? 0 ആണ് ആൻസർ വരിക അല്ലേ? സോ A31 ആൻസർ എന്താണ് വരിക? A31 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള 3/2 മെട്രിക്സ്. 1 5/2, ഹാഫ് 2 0 3/2. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ അപ്പോൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് 3 1 -1 2 ആണ്. അങ്ങനെയാണെങ്കിൽ 3 പാർട്ടായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. അതിലെ ആദ്യത്തെ പാർട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ അവർ എന്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്? A² കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ശരിയല്ലേ? A² നമുക്ക് എങ്ങനെ എഴുതാം? A ഇൻറ്റു എ എന്ന് എഴുതാം. ശരിയാണല്ലോ? എ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 1 -1 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 3 1 -1 2. ഓക്കെ, ഫസ്റ്റ് മെട്രിക്സ് റോ വൈസ് തിരിക്കുന്നു, സെക്കൻഡ് മെട്രിക്സ് കോളം വൈസ് തിരിക്കുന്നു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ഫസ്റ്റ് എലമെന്റ് 3 ഇൻറ്റു 3 9 പ്ലസ് 1 ഇൻറ്റു -1 -1. അടുത്ത എലമെന്റ് 3 ഇൻറ്റു 1 3 പ്ലസ് 1 ഇൻറ്റു 2 2. അടുത്ത എലമെന്റ് -1 ഇൻറ്റു 3 -3 പ്ലസ് 2 ഇൻറ്റു -1 -2. അടുത്ത എലമെന്റ് -1 ഇൻറ്റു 1 -1 പ്ലസ് 2 ഇൻറ്റു 2 4. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താ ആൻസർ വരുന്നതെന്ന് പറഞ്ഞേ? 9 ൽ നിന്ന് 1 കുറച്ച് 8, 3 2 5, -3 -2 -5, 4 ൽ നിന്ന് 1 കുറച്ച് 3. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? A² വാല്യൂ കിട്ടുക. ശരിയാണേ? ഇനി ഒരു വേരിഫിക്കേഷൻ ആണ് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ നോക്കേണ്ടത്. A² മൈനസ് 5a പ്ലസ് 7i എന്താണെന്ന് നമ്മൾ തെളിയിക്കണം. 0 ആണ്, 0 മെട്രിക്സ് ആണ് എന്ന് നമ്മൾ തെളിയിച്ച് കാണിക്കണം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ട് നോക്കാം. A² മൈനസ് 5a പ്ലസ് 7i ഇസ് ഈക്വൽ ടു A² പ്ലേസിലേക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 8 5 -5 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, 8 5 -5 3 -5 ഇൻറ്റു എയുടെ പ്ലേസിലേക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എയുടെ പ്ലേസിലേക്ക് 3 1 -1 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശരിയാണല്ലോ? 3 1 -1 2 പ്ലസ് 7 ഇൻറ്റു ഐയുടെ പ്ലേസിലേക്ക് 1 0 0 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു 8 5 -5 3 -5 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 3 5 15 ഓരഞ്ച് 5 5 ഇൻറ്റു -1 -5 ഈ 5 10 പ്ലസ് 7 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 7 0 0 7 എന്ന് വരും. ഓക്കെ ആണേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 8 ൽ നിന്ന് 15 കുറച്ചാൽ -7, 5 ൽ നിന്ന് 5 കുറച്ചാൽ 0, -5 -5 -5 പ്ലസ് 5 0, 3 ൽ നിന്ന് 10 കുറച്ചാൽ -7 പ്ലസ് എന്താണ് വരിക? 7 0 0 7. ക്ലിയർ ആണേ? സോ സിമ്പിളാണ്. ഇനിയിപ്പോൾ അത് ആഡ് ചെയ്തെടുത്താൽ എന്താണ് വരിക? -7 7 കൂടെ കൂട്ടി 0 0 0 കൂട്ടി 0 0 0 കൂട്ടി 0 -7 7 കൂട്ടി 0. എല്ലാ എലമെന്റ്സും 0 ആണ്. സോ ആൻസർ ഈസ് എന്താണ്? 0 മെട്രിക്സ്. അപ്പോൾ അതും സെറ്റായി. സെക്കൻഡ് പാർട്ട് A² മൈനസ് 5a പ്ലസ് 7i ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഓക്കെ ആയി, സെക്കൻഡ് പാർട്ട് ഓക്കെ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? തേർഡ് പാർട്ട് നോക്കാം. സോ അപ്പോൾ നമ്മുടെ തേർഡ് പാർട്ടിൽ പറയുന്നത് എന്താണ്? യൂസിങ് ദ എബവ് റിസൾട്ട് ഫൈൻഡ് A ഇൻവേഴ്സ് എന്നാണ് ചോദ്യം. അതായത് മുകളിൽ പറയുന്ന റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? A ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കിക്കേ. മുകളിൽ പറയുന്ന റിസൾട്ട് എന്താണ്? A² മൈനസ് 5a പ്ലസ് 7i ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ റിസൾട്ട്. ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പം ഇതിനകത്ത് A ഇൻവേഴ്സ് ഒന്നും ഇല്ല പ്രഥമ ദൃഷ്ടിയ, അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? A ഇൻവേഴ്സ് ഇതിലേക്ക് കൊണ്ടുവരണം, അല്ലേ? A ഇൻവേഴ്സ് കൊണ്ടുവരണമെങ്കിൽ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യുക? A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ത്രൂ ഔട്ട് A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക?
എ സ്ക്വയറിനെ നമുക്ക് എ ഇൻറ്റു എ എന്ന് എഴുതാം. എ ഇൻവേഴ്സ് ആദ്യമേ തന്നെ ഗുണിച്ചേക്കാം. എ ഇൻവേഴ്സ് ഇൻറ്റു എ മൈനസ് 5 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ പ്ലസ് 7 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, മൊത്തത്തിൽ എല്ലാ ടേമിനെയും ഞാൻ എന്ത് ചെയ്തു, ഒരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു മെട്രിക്സിനെയും അതിൻ്റെ ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ശരിയല്ലേ? അതായത് എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നതും എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്നതും ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആയി. ഇൻറ്റു എ മൈനസ് 5 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്നുള്ളത് ഐഡന്റിറ്റി മെട്രിക്സ് ആയി. ശരിയാണല്ലോ? എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആയി. പ്ലസ് 7 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്താണ്? ഏതൊരു മെട്രിക്സിനെയും ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാൽ ആ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. ശരിയല്ലേ? അതായത് ഇപ്പോൾ മാത്തമാറ്റിക്സിലെ ഐഡന്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന നമ്പർ 1 ആണ്. 1ന്റെ പ്രത്യേകത എന്താ? ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഗുണിച്ചാൽ 5നെ 1 കൊണ്ട് ഗുണിച്ചാൽ 5 തന്നെയാണ്. 6നെ 1 കൊണ്ട് ഗുണിച്ചാൽ 6 തന്നെയാണ്. ശരിയല്ലേ? അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സിനെ ഏതൊരു മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാലും എനിക്ക് ആ മെട്രിക്സ് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. ശരിയല്ലേ? അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സിനെ എ ഇൻവേഴ്സ് കൊണ്ട് ഗുണിച്ചാൽ എ ഇൻവേഴ്സ് തന്നെയാണ് ആൻസർ. ആൻഡ് ദാറ്റ് വിൽ ബിക്കം എന്താണ്? 0. ഓക്കെ, ഇനി ഐ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഐഡന്റിറ്റി മെട്രിക്സിനെ എ കൊണ്ട് ഗുണിച്ചാൽ എ തന്നെയാണ് കിട്ടുക. മൈനസ് 5i എ മൈനസ് 5i പ്ലസ് 7 എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 0. ഓക്കെ ആണേ? അപ്പോൾ ഇവിടുന്ന് 7 എ ഇൻവേഴ്സ് എന്ത് വരും? മൈനസ് 5i അപ്പുറം പോയാൽ 5i പ്ലസ് എ അപ്പുറം പോയാൽ മൈനസ് എ. ഓക്കെ, അവിടുന്ന് എ ഇൻവേഴ്സ് മാത്രമായിട്ട് വേണമെങ്കിൽ ഈ 7ഉം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അവിടുന്ന് എ ഇൻവേഴ്സ് എന്താണ് വരിക? 1/7 ഇൻറ്റു 5i മൈനസ് എ എന്നാണ് നമുക്ക് കിട്ടുക. ശരിയാണല്ലോ? ഇനി എന്ത് ചെയ്യുക? ഐഡന്റിറ്റി മെട്രിക്സിന്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ എന്നുള്ള മെട്രിക്സിന്റെ വാല്യൂ നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണേ? സോ 1/7 ഇൻറ്റു 5 ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1 മൈനസ് എ എന്ന് പറഞ്ഞ ചോദ്യം ആ മെട്രിക്സ് ഏതാണ്? 3 1 മൈനസ് 1 2. അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് സോൾവ് ചെയ്തെടുക്കുക. സോൾവ് ചെയ്തെടുക്കുമ്പോൾ എന്താ വരിക എന്ന് നോക്കാം നമുക്ക്. സോ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം എന്താണ് വരിക? 1/7 ഇൻറ്റു ആദ്യം എന്ത് ചെയ്യുക? 5 ഉള്ളിലേക്ക് കൊടുക്കുക. 5005 എന്ന് വരും. ഓക്കെ ആണേ? 1/7 ഇൻറ്റു 5005 മൈനസ് എന്താണ്? 3 1 മൈനസ് 1 2. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ശരിയാണല്ലോ? ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യാം? നമുക്ക് മൈനസ് ചെയ്തെടുക്കാം. മൈനസ് ചെയ്തെടുക്കുമ്പോൾ എന്താണ് വരിക എന്നുള്ളത് നോക്കിയോളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/7 ഇൻറ്റു 5ൽ നിന്ന് 3 കുറച്ചാൽ 2. ഓക്കെ, ഇനി 0ൽ നിന്ന് 1 കുറച്ചാൽ -1. 0ൽ നിന്ന് -1 അത് +1 ആയി. 5 - 2 3 വരും. ഓക്കെ, വേണമെങ്കിൽ 7 ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2/7 -1/7 1/7 3/7 ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? എ ഇൻവേഴ്സിന്റെ വാല്യൂ നമുക്ക് സോൾവ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് അവർ എ ഇൻവേഴ്സ്. ഓക്കെ ആണല്ലോ? ഇനി ശരിയാണോ എന്ന് എങ്ങനെയാണ് കൺഫേം ചെയ്യുക? ഈ 2/2 മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഈ കാണുന്ന 2 പൊസിഷനിലുള്ള എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ഇന്റർചേഞ്ച് ചെയ്യുക. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് വരിക? 2 ഇവിടെ വരും, 3 ഇവിടെ വരും. ബാക്കി 2 എലമെന്റ്സ് സൈൻ മാറ്റുക. 1 -1 ആവും, -1 1 ആവും. അപ്പോൾ ഇതാണ് അഡ്ജോയിന്റ് ഓഫ് എ. ഇതിനെ ഡിറ്റർമിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിറ്റർമിന്റ് എത്രയാണ്? 23 6 മൈനസ് 1 ഇൻറ്റു -1 -1 6 + 1 7 ആണ് ഡിറ്റർമിന്റ്. ഓക്കെ, അതായത് 1/7 ഇൻറ്റു 2 - 1 13. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്താണ് വരിക? 2/7 -1/7 1/7 3/7 2/7 -1/7 1/7 3/7. പക്ക ആൻസർ കറക്റ്റ് ആണെന്നുള്ള ഒരു കൺഫർമേഷനും കൂടെ, ഒരു റീകൺഫർമേഷനും കൂടെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒരു ഡിറ്റർമിന്റ് ഇവാലുവേഷൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഡിറ്റർമിന്റ് 1 0 0 2 cos x sin x 3 sin x minus cos x. അതിന്റെ ഡിറ്റർമിന്റ് ഇവാലുവേഷൻ ആണ് നമ്മുടെ ചോദ്യം കേട്ടോ. ഇപ്പം നമുക്ക് ഫൈൻഡ് ഇത് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് രൂപത്തിലാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഡിറ്റർമിന്റ് ഓഫ് എ എടുക്കാനാണ് ചോദ്യം. ഓക്കെ, നോക്കാം നമുക്ക്. ഡിറ്റർമിന്റ് ഇവാലുവേഷൻ ഇവിടെ 2 എലമെന്റ് 0 ആയതുകൊണ്ട് എളുപ്പമായി അല്ലേ? ആൻസർ എന്താണ്? ഡിറ്റർമിന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു മാത്രമേ വരുള്ളൂ. ബാക്കി നിൽക്കുന്ന എലമെന്റുകൾ
1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എക്സ്ക്ലൂഡിങ് ദ റോ ആൻഡ് കോളം കണ്ടെയ്നിങ് ദാറ്റ് പർട്ടിക്കുലർ എലമെൻറ്റ്. 1 ഉള്ള റോയും കോളവും കളഞ്ഞാൽ ബാക്കി കോസ് എക്സ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഓക്കെ ആണേ. സോ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? കോസ് എക്സ് ഇൻറ്റു മൈനസ് കോസ് എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്താണ്? സൈൻ സ്ക്വയർ എക്സ്. മൈനസ് ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി എന്താണ് വരിക? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സൈൻ സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും കൂട്ടിയാൽ എന്താണ്? 1 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിശ്വസിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3, എ എന്ന് പറഞ്ഞാൽ ഓർഡർ 3 ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? -5 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. സോ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി ഇതാണ്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ റൈസ് ടു n-1. അഡ്ജോയിന്റിന്റെ ഡിറ്റർമിനന്റും എയുടെ ഡിറ്റർമിനന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ ഇതാണ്. വേർ n ഈസ് ദ ഓർഡർ ഓഫ് എ. ഓർഡർ ഓഫ് എ ആണ് n എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഡർ 3 ആണ്. അപ്പോൾ n-ന്റെ വാല്യൂ എന്താണ്? 3 ആണ്. ഓക്കെ ആണേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ -5 ആണ് റൈസ് ടു n-1. n എന്നുള്ളത് ഓർഡർ 3 ആണ്. 3 - 1 -5 റൈസ് ടു 3 - 1 2 ആണ്. -5ന്റെ സ്ക്വയർ എത്രയാണ്? 25 ആണ് നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ ആണോ? സംഭവം സെറ്റ് അല്ലേ? യെസ്. സോ മെട്രിക്സിൽ നിന്നും ഡിറ്റർമിനന്റിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ അതും കൂടെ ഒന്ന് കറക്റ്റായിട്ട് എക്സാമിന് മുൻപായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് നോക്കിയിട്ട് പോവുക. അതിൽ നിന്നും കൂടെ ക്വസ്റ്റ്യൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.